കഴിഞ്ഞ 50 വർഷമായി കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന വയോജനങ്ങളെ ചേർത്തുപിടിക്കുന്ന നയമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴി പ്രാദേശിക സർക്കാരുകൾക്ക് നൽകുന്ന പ്ലാൻ ഫണ്ട് വിഹിതത്തിൽ 5% വയോജനങ്ങൾക്കും അതുപോലെ തന്നെ അലംബജനിതരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കുമൊക്കെയായിട്ട് മാറ്റിവെക്കുന്ന പദ്ധതി വിഹിതം. അതിലൂടെ ഒട്ടേറെ പദ്ധതികളാണ് ഇന്ന് വയോജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്നത്. അതിനു പുറമെ സംസ്ഥാന സർക്കാർ വയോജനങ്ങളെ ചേർത്ത് പിടിക്കുന്നത് തീർച്ചയായിട്ടും ക്ഷേമ പെൻഷനിലൂടെ തന്നെയാണ്. ഒറ്റപ്പെട്ടു പോയവരെയും ആശ്രയമില്ലാത്തവർക്കെല്ലാം വലിയൊരു ആശ്വാസമാണ് ഇന്ന് 2000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുള്ള ക്ഷേമ പെൻഷൻ. അതോടൊപ്പം പ്രാദേശിക സർക്കാർ അവർക്ക് ആവശ്യമായ വയോമിത്രം പദ്ധതിയിലൂടെ അവരുടെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മാസത്തിലൊരിക്കൽ വാർഡ് തലത്തിൽ അത്തരത്തിലുള്ള അവരെ പരിശോധിക്കുവാനും അവർക്കാവശ്യമായ മറ്റ് ആരോഗ്യ സംബന്ധമായ പരിശോധനകൾക്ക് പുറമെ മരുന്ന് അടക്കം നൽകുന്ന പദ്ധതി ഇന്ന് തന്നെ പ്രാദേശിക തലത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചാണെങ്കിൽ വയോജനങ്ങളുടെ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആദ്യമായി അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി വയോജനങ്ങളുടെ ഒരു കായിക കൂട്ടായ്മ സംഘടിപ്പിച്ചൊരു നഗരസഭയാണ്. ആ അർത്ഥത്തിൽ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, സമൂഹത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ കഴിയുന്നവർ ഈ വയോജനങ്ങൾ മാറിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് പൊതുസമൂഹത്തിന് ഇടയിലൂടെ അവരെ വളർത്തി അല്ലെങ്കിൽ അവരെ ചലിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും സർക്കാരിന്റെയും അതുപോലെ തന്നെ നഗരസഭയുടെയും കീഴിൽ നടന്നു വരികയാണ്. ഇപ്പം വയോജനങ്ങൾക്ക് വാർഡടിസ്ഥാനത്തിൽ കൂട്ടായ്മ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി തന്നെ വയോജന ക്ലിനിക്ക് അല്ലെങ്കിൽ വയോജന കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന രീതികളുണ്ട്. അവർക്ക് ഒത്തുകൂടുന്നതിന് വേണ്ടിയിട്ടുള്ള പൊതുസ്ഥലങ്ങൾ, മനോഹരമായ പാർക്കുകൾ വയോജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് പല ഘട്ടങ്ങളിലും നമുക്ക് നമ്മുടെ നഗര ഹൃദയങ്ങളിലടക്കം നഗരസഭയുടെ നേതൃത്വത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യമില്ലാത്ത വീടുകളിൽ കഴിയുന്ന, ഒരുപക്ഷെ കിടക്കുവാൻ പോലും സൗകര്യമില്ലാത്ത വയോജനങ്ങളെ സഹായിക്കുവാൻ 60 വയസ്സിന് മേലുള്ള വയോജനങ്ങൾക്ക് കട്ടില് നൽകുന്ന പദ്ധതി അടക്കം നമ്മുടെ നഗരസഭ ആവിഷ്കരിക്കുന്നു. ഇത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും പൊതുസമൂഹത്തിൽ ഇഴുകിച്ചേർന്ന് ജീവിക്കുവാൻ കഴിയുന്ന രൂപത്തിൽ വീടുകളിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് താങ്ങായി തണലായി മാറുന്ന നിലയിൽ വീട്ടുപടിക്കലടക്കം സേവനം എത്തിക്കുന്ന രീതിയിലേക്ക് പ്രാദേശിക സർക്കാരുകളെ സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടുകൂടി മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിച്ചു. ആ അർത്ഥത്തിൽ തീർച്ചയായിട്ടും 60 വയസ്സിന് മേലിലുള്ളവർക്ക് ഇന്നൊരു അരക്ഷിത ബോധത്തിന്റെ ആവശ്യകത കേരളത്തിലില്ല. മറ്റേത് സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനവും സാമൂഹ്യപരമായ ഇടപെടലും സാംസ്കാരികപരമായ ഇടപെടലും വയോജനങ്ങളുടെ കൂട്ടായ്മയിലൂടെ നമുക്ക് സജീവമായി നിലനിർത്താൻ